BJP സർക്കാരിനെ അട്ടിമറിക്കാൻ നിൽക്കുന്നവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് സംജാതമായി കൊണ്ടിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ അടക്കമുള്ളവർ പറയുന്നത്, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വലിയ ചരടുവലികൾ നടത്തുന്നവർ അവർ ജീവൻ മരണ പോരാട്ടമാണ് ഒരുപക്ഷെ പോർക്കളത്തിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തെന്നാൽ അവർക്ക് അറിയാം നാളെ എന്തു വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളത്. അജ്ഞാതമാണ്, അതായത് ഒരു രീതിയിലും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നീക്കങ്ങൾ, നാടകീയ നീക്കങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്, ഉടലെടുക്കുകയാണ് എന്ന ആരോപണം അതിശക്തമായി വരികയാണ്. നോക്കൂ, പല സംസ്ഥാനങ്ങളിലും BJP ഓപ്പറേഷൻ താമര നടപ്പിലാക്കിയിട്ടുണ്ട്. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഗിമിക്സ് BJP നേതൃത്വം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. BJP സർക്കാരിനെ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്നും തള്ളി താഴെയിടാൻ ശ്രമിക്കുമ്പോൾ അവർ അതിനെ പിളർത്താനും ആ സംഭവങ്ങളെ കൃത്യമായി നേരിടാനും വേണ്ടി എന്ത് തറ രാഷ്ട്രീയവും, അതായത് മനുഷ്യത്വം മറന്നുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള നാറിയ കളികൾ കളിക്കുന്നു എന്ന ആരോപണം കൃത്യമായി മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ തന്നെ സംജാതമായിരിക്കുകയാണ്. അജിത് പവാറിൻ്റെ ദുരൂഹ മരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിൻ്റെ ഇമ്പാക്റ്റ് തോത് കൂട്ടുകയാണ് എന്നുള്ളതാണ്. മമതാ ബാനർജിക്കും ആ ഭയം നല്ല പോലെയുണ്ട്. ഭയമല്ല, അതിനേക്കാൾ ഉപരിയായി ഒരു കരുതലാണ്. മമതയാണ് BJPയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ബംഗാളിൽ. 34 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് കിരാത ഭരണത്തെ ജീവൻ മരണ പോരാട്ടത്തിലൂടെയാണ് മമതാ ബാനർജി ഉന്മൂലനം ചെയ്ത് ബംഗാളിൻ്റെ കസേരയിലേക്ക് അമരത്തിരുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ് കാട്ടാള ഭരണത്തിൽ എത്രയേറെ തൃണമൂൽ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനെല്ലാം മമത അധികാരത്തിൽ വന്നപ്പോൾ കണക്ക് തീർക്കുകയായിരുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന രീതിയിൽ മമതയുടെ പൂന്ത് വിളയാട്ടമാണ് പിന്നെ ബംഗാളിൽ കഴിഞ്ഞ 15 കൊല്ലം കൊണ്ട് കണ്ടത്. ശരിക്കും ഒരു കണ്ണകിയെപ്പോലെ, അല്ലെങ്കിൽ ബംഗാൾ അറിയുന്ന ഒരു ദുർഗയെപ്പോലെ, ഒരു വനദുർഗയെപ്പോലെ മമതയുടെ കൃത്യമായ ഒരു വിളയാട്ടം, അതാണ് ബംഗാൾ സാക്ഷ്യം വഹിച്ചത്. BJP കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി മാത്രമാണ് ആധിപത്യം നിലനിർത്തുന്നത്. അവരുടെ ലോക്സഭാ സീറ്റുകൾ ഗണ്യമായി കുറച്ചുകൊണ്ടും വരുന്നു. പക്ഷേ അധികാരത്തിലെത്താൻ അവർക്ക് കഴിയില്ല എന്നുള്ളത് സുവേദുവിനും കൂടെയുള്ള കൂട്ടാളികൾക്കും നന്നായി അറിയാം. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രവിശ്യകളിൽ, ഇനി നടക്കാനിരിക്കുന്ന പ്രദേശങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ മുഖങ്ങളെ ടാർഗറ്റ് ചെയ്ത് അവരെ കൈകാര്യം ചെയ്യുന്ന വിധത്തിലേക്ക് പോവുകയാണ് എന്ന സൂചനയാണ് കപിൽ സിബൽ നൽകുന്നത്.